ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തിരസ്കരണം എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചാണ്. മനുഷ്യന് അറിയാത്തതായിട്ടൊന്നുമില്ല. എല്ലാത്തിനെ കുറിച്ചും മനുഷ്യർക്ക് നല്ല അറിവാണെങ്കിലും നമ്മുടെ മനസ്സിനെ കുറിച്ച് നമുക്ക് അധികമൊന്നും അറിയില്ല. അത് എവിടെയാണെന്നോ അതിലുള്ള വേദനകൾ എന്താണെന്നോ ഒന്നും അറിയില്ല. പലപ്പോഴും നമ്മുടെ ലൈഫിൽ മാനസികമായിട്ട് നമ്മൾ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് തിരസ്കരണം അഥവാ റിജക്ഷൻ പല ഘട്ടങ്ങളിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ സ്നേഹിച്ചതിൻ്റെയും ചില അടയാളങ്ങളാണ് റിജക്ഷൻ എന്ന് പറയാം. അത് ഇപ്പം നമ്മൾ ലോകത്തിലേക്ക് ജനിക്കുന്നതിന് മുൻപ് ആ ഒരു മെറ്റേണിറ്റി പീരീഡിൽ കുട്ടികൾക്ക് ഉണ്ടാകാം, അതിനുശേഷം സ്കൂൾ സമയത്ത് ഉണ്ടാകാം, വലുതായി കഴിയുന്ന സമയത്ത് നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് ഉണ്ടാകാം, ചിലപ്പം ഒരു ലവ് അഫെയർ ഫെയിലിയർ, അതൊരു റിജക്ഷൻ സ്റ്റാറ്റസിലേക്ക് പോവാം. എന്തു തന്നെയാണെങ്കിലും ലൈഫിൻ്റെ ഒരു ഭാഗമാണ് റിജക്ഷൻ. നിങ്ങൾ റിജക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം, നിങ്ങളെ തന്നെ മടുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ റിജക്ഷനെ മറികടക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും റിജക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ലൈഫിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും റിജക്ഷനിലൂടെ കടന്നു പോകാത്ത ആരുമില്ല. സോ ഇതൊരു കോമൺ സാധനമാണ്. നമുക്ക് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടായെന്ന് ചിന്തിക്കാം. നമുക്കൊരു നല്ല കാര്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്, നമുക്കൊരു സങ്കടം അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എൻ്റെ അത്ര പ്രശ്നം ആർക്കും ഇല്ല, എൻ്റെ അത്ര ബുദ്ധിമുട്ട് വേറെ ആർക്കും വരുത്തല്ലേ ദൈവമേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. റിജക്ഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുക അത് തന്നെയാണ്, ഇത്രയും വലിയ പ്രശ്നം വേറെ ആർക്കും ഉണ്ടാവില്ല. ഇപ്പോൾ റിജക്ഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഇൻ്റർവ്യൂവിന് റിജക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ നിന്ന് നമുക്ക് തോന്നുന്നത്, ചിലപ്പോൾ ഒരു നോട്ടത്തിലോ വാക്കുകളിലോ ഒക്കെ നമുക്ക് ഒരു റിജക്ഷൻ ഫീൽ ചെയ്യാം. എല്ലാവരും കടന്നു പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ റിജക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ റിജക്ഷൻ എന്നുള്ള ആ സ്റ്റാറ്റസ് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ദ സിറ്റുവേഷൻ. നിങ്ങൾ റിജക്റ്റ് ആയി എന്ന് തോന്നുന്ന ആ ഒരു നിമിഷത്തെ വീണ്ടും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പക്ഷേ ഇപ്പം സംഭവിച്ചിട്ടുള്ള ആ ഒരു റീസൺ തിരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു അക്സെപ്റ്റഡ് സ്റ്റാറ്റസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓരോ വീഴ്ചകളിൽ നിന്നും നമ്മൾ ഓരോ പാഠം ഉൾക്കൊണ്ട് വരുന്നത് പോലെ ഓരോ തിരസ്കരണങ്ങളും നമുക്ക് ഓരോ പുതിയ പാഠങ്ങളാണ് ജീവിതത്തിൽ നൽകുന്നത്. സോ ഇവാലുവേറ്റ് ദ സിറ്റുവേഷൻ. നിങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റാണോ സംഭവിച്ചത് ആ പാകപ്പിഴയെ മനസ്സിലാക്കിയിട്ട് തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകട്ടെ. മൂന്നാമത്തെ കാര്യം ലെറ്റിംഗ് ഗോ ആണ്. ഒരു പ്രശസ്തമായ കോട്ടുണ്ട്, സംടൈംസ് ഹോൾഡിംഗ് ഓൺ കോസ് മോർ പെയിൻ ദാൻ ലെറ്റിംഗ് ഗോ. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പിടിച്ചു വെക്കുന്നതാണ് നമ്മൾക്ക് കൂടുതൽ സങ്കടവും വേദനയും നൽകുക. ഈ വടംവലി മത്സരങ്ങൾ കണ്ടിട്ടില്ലേ, അവസാനം വരെ ഏത് ഭാഗത്തേക്കാണ് അങ്ങോട്ടേക്ക് പോകാൻ നമ്മൾ അനുവദിക്കില്ല, പിടിച്ച് നമ്മുടെ സൈഡിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഇനി വലിക്കാൻ പറ്റില്ല, അത്രയും വേദനയാകുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമായിരിക്കും ഒരു പക്ഷേ ഇത്രയും സമയം പിടിച്ച് വെച്ചതിനേക്കാളും ഉണ്ടാവുക അല്ലേ. വേദനയ്ക്ക് ഒരു കുറവ്, ആശ്വാസം വരും അപ്പോഴാണ്. നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചില മുറിവുകളൊന്നും ഉണങ്ങാൻ സാധ്യതയില്ല. സോ തിരസ്കരണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ വിട്ടുകളയുക. സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഒരു ലവ് അഫെയർ ആണെങ്കിൽ സ്പെസിഫിക്കലി എടുത്തു പറയാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ, നമുക്ക് അത്രയും സ്നേഹം തോന്നിയ ഒരാൾ, ഇപ്പം റൊമാൻസ് അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നിയ ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്തതുകൊണ്ട് അത് അവസാനം വരെയുള്ളൊരു തിരസ്കരണമായിട്ട് ഒരിക്കലും കരുതരുത്. ചില സമയത്ത് നമ്മളെ തന്നെ ഒന്ന് വാല്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി റിജക്ഷനിൽ നിന്ന് പുറത്തു വരാനുള്ള നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ തന്നെ സ്നേഹിക്കാം. ചില റിജക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് മോസ്റ്റ് പ്രോബബ്ലി ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ റിജക്റ്റഡ് ആവുകയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എക്സാമിൽ കുഞ്ഞു മാർക്സിനൊക്കെ റാങ്ക് പോകുമ്പോൾ അത് വലിയ റിജക്ഷനായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിജക്ഷൻസ് ഒക്കെ വരുമ്പം നമ്മളെ തന്നെ നമ്മൾ വലിയ വില കുറച്ച് കാണാൻ വേണ്ടി തുടങ്ങും. എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള സ്റ്റാറ്റസിലേക്ക് എത്തും. ചിലപ്പോൾ 1-2 മാർക്കിനൊക്കെ ആയിരിക്കും റാങ്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിൽ, ഇതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റിയാലിറ്റി ഷോയിൽ കുറച്ച് മാർക്സ് തന്നെയായിരിക്കും 1ാം സ്ഥാനം പോയിട്ടുണ്ടാവുക. അത് വലിയൊരു ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടുവരും. അത്രയും കാലം മത്സരിച്ചതും കുറേ എലിമിനേഷൻ സ്റ്റേജസിലൊന്നും എലിമിനേറ്റ് ആവാണ്ട് അവസാനം ഫൈനൽ വരെ എത്തിയതൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പം നമ്മളെ തന്നെ വാല്യൂ ചെയ്യാൻ പഠിക്കണം, നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി പഠിക്കണം. എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ലെറ്റ് ദം ഗോ അല്ലേ.
ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ പോകുന്നുണ്ട്, ഇപ്പോൾ എന്നെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല, ദ പേഴ്സൺ ഹൂ മേക്സ് മീ സ്റ്റോപ്പ്. നമ്മളെ നിൽക്കാൻ തോന്നിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ആൾക്കാരാണ് ലൈഫിൽ വാല്യൂ ആയിട്ടുള്ള ആൾക്കാർ. സോ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. തിരസ്കരണം എല്ലാ സ്റ്റേജസിലും നമുക്ക് ഉണ്ടാകും. പല രീതിയിലുള്ള തിരസ്കരണങ്ങൾ ഉണ്ടാകും. തിരസ്കരണത്തിൻ്റെ അതിൻ്റെ ഡെപ്ത് ഒരു പക്ഷേ വലിയ തിരസ്കരണങ്ങളായിരിക്കും. പക്ഷെ ഇത്രയും കാലം നമ്മൾ നേടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ വാല്യൂ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നു. ഇനി ലൈഫിൽ ഏതെങ്കിലും ഒരു റിജക്ഷൻ വരുമ്പോൾ നെക്സ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുടെ മുഖം, ആ നിമിഷങ്ങൾ ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റിജക്ഷൻ ഒന്നും വലിയ വേദനയായിട്ട് തോന്നില്ല. അതേപോലെ ഇപ്പോൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, വീണ്ടും പറയാണ്, നമ്മുടെ ഫാമിലി, അവരുടെ അടുത്ത് അറ്റാച്ച്ഡ് ആവാൻ നോക്കുക. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, അതൊക്കെ ഓർക്കുക. വേദനിപ്പിക്കുന്ന ഓർമ്മകളെ മറന്നിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്കിഷ്ടമുള്ള ആൾക്കാരെ അവരെക്കുറിച്ച് ചിന്തിക്കാം. ഇങ്ങനെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കോട്ടുണ്ട്, നീ നടന്നു പോകുന്ന മൺപാതയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിലേ നിനക്കറിയുള്ളൂ നിന്റെ കാലച്ചുകൾ ഉയർത്തുന്ന പൊടിക്കാറ്റ് ശ്വസിച്ചുകൊണ്ട് ഞാനാണ് പുറകിലെന്ന്. അത് നമുക്കൊരു ഭയങ്കര പൈങ്കിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് ഫീല്, പഴയ ഒരു ഫീല് തരുമെങ്കിലും വലിയ ഡെപ്തുള്ള വാക്കുകളാണത്. നമ്മൾ നടന്നു പോകുന്ന യാത്രയിൽ, നമ്മുടെ ലൈഫ് ജേണിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മെമ്മറീസ് ഉണ്ട്, പുതിയ പുതിയ ആളുകളെ കാണുന്നുണ്ട്, പുതിയ പുതിയ സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്, പുതിയ പുതിയ എക്സ്പീരിയൻസസ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്, സ്ട്രെങ്ത്സ് നമ്മൾ ആർജിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കിയാലേ അറിയുള്ളൂ, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ പുറകിൽ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ സമ്മാനിക്കുന്ന വേദനകൾ പോലും സന്തോഷത്തോടെ നോക്കുന്ന ആരെങ്കിലും ഒരാൾ നമുക്കുണ്ടാകും. നമ്മുടെ ലൈഫിൽ പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ നമ്മൾ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സോ ഗൈസ്, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരാളെ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ റിജക്ഷൻ, ഈ വേദനയൊന്നും നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. റിജക്ഷനെ മറികടക്കാനുള്ള അടുത്ത കാര്യം മേക്ക് യുവർ സെൽഫ് ബിസി എന്നുള്ളതാണ്. വെറുതെ ചുമ്മാ നടക്കുന്ന ആൾക്കാർ, ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് വേദനിക്കാനൊന്നുമില്ലാതെ കുറേ കാര്യങ്ങളുണ്ടാവും. എപ്പോഴും ബിസി ആയിട്ടുള്ള ആൾക്കാർ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊന്നും വിഷമിക്കാനോ ഈ തിരസ്കരണത്തെ എടുത്ത് തലയിൽ വെച്ച് ഇങ്ങനെ അത് തന്നെ ആലോചിച്ചിരുന്ന് കരയാനൊന്നും നേരം ഉണ്ടാവില്ല. സോ മേക്ക് യുവർ സെൽഫ് ബിസി. എന്തിലെങ്കിലുമൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആവാൻ വേണ്ടി നോക്കാം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഗോ ഫോർ സം ഇവൻറ്റ്സ് എന്നുള്ളതാണ്. ഗോ ആൻഡ് അറ്റൻഡ് സം ഇവൻറ്റ്സ്. അതായത് പുതിയ സ്ഥലങ്ങളിൽ, പുതിയ പ്രോഗ്രാംസിൽ, പുതിയ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പോവുക. പുതിയ ആൾക്കാരായിട്ട്, പുതിയ പരിചയക്കാരുമായിട്ടൊക്കെ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ പഴയ ആൾക്കാർ, ഇൻ ദ സെൻസ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു കല്യാണം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഒരു ഗെറ്റ് ടുഗെദർ, അതിനൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോഴുള്ള പ്രസൻറ്റിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളില്ലേ, ആ ഓർമ്മകളെ പാടെ മറന്നു കളയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാലും മറക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാക്കുക. നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുള്ള സാഹചര്യം, ആ വ്യക്തികൾ, അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു ടേൺ ബാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വലിയ ഒരു സന്തോഷമുള്ള ഒരു ലോകത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. റിജക്ഷനൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണെന്നുള്ളത് മൈൻഡിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. റിജക്ഷൻ ജയിച്ച് വന്ന് ആര് എന്ത് റിജക്റ്റ് ചെയ്തോ ആ ഭാഗത്ത് തന്നെ വിജയം വരിച്ച ചില മഹാന്മാരുടെ കഥകളുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ വിൽ ഡു എ വീഡിയോ റിഗാർഡിങ് ദാറ്റ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ടേക്ക് എ ബ്രേക്ക് എന്നാണ്. നിങ്ങളെ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം റിജക്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡോണ്ട് ഹോൾഡ് ഓൺ, അവിടെ തന്നെ നിൽക്കരുത്. ടേക്ക് എ ബ്രേക്ക്. അതാണ് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ഒരു ആശ്വാസം തരിക. സോ ഇത് ഒരിക്കലും മറക്കരുത്. വാട്ട് റിജക്റ്റഡ് യു, റിജക്റ്റഡ് ആൻഡ് ടേക്ക് എ ബ്രേക്ക്. തിരിച്ച് അതിനെ റിജക്റ്റ് ചെയ്യുക. നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, ബോറടിക്കുമ്പോൾ എന്താ ചെയ്യുക, തിരിച്ചടിക്കാൻ പഠിക്കണം എന്നല്ലേ. ഇത് തന്നെയാണ് റിജക്ഷൻ വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ റിജക്റ്റ് ചെയ്തത് എന്താണോ അതിനെ നമ്മുടെ മനസ്സിൽ നിന്നും ചിന്തയിൽ നിന്നും പാടെ റിജക്റ്റ് ചെയ്ത് കളയാം. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം, സെൻസ് ഓഫ് ഹ്യൂമർ. ചിരിയേക്കാളും വലിയൊരു ഔഷധമില്ല. ചിരിക്കുന്ന മുഖം കാണുന്നവനും സമാധാനമാണ്, സന്തോഷമാണ്. അത് പരിചയമുള്ള ആൾ ചിരിച്ചാലും പരിചയമില്ലാത്ത ആൾ ചിരിച്ചാലും ചിരിക്കുന്നവൻ്റെ ഉള്ളിലും സന്തോഷം നിറയുന്നുണ്ട്. അത് നമ്മൾ ചിരിക്കുമ്പം ചില രാസപ്രവർത്തനങ്ങൾ, മസിൽ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് ഒരു കണക്കിന് നമുക്കൊരു റിലീഫ് സമ്മാനിക്കുന്നുമുണ്ട്. അതുകൊണ്ട് സെൻസ് ഓഫ് ഹ്യൂമർ ഒരിക്കലും കൈവിടരുത്.
കുഞ്ഞു കാര്യങ്ങൾ കിട്ടിയാലും ചിരിക്കാൻ വേണ്ടി പഠിക്കുക. ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ചിരിക്കാനേ മറന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ലൈഫിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, കുറേ ഇഷ്യൂസ് ഉണ്ട്, റിജക്ഷൻ, കുറേ സ്നേഹിച്ച ആൾക്കാർ തന്ന വേദനകൾ, ഇപ്പോൾ ഉള്ള എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, മെൻ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാറ്റസ്, എൻ്റെ അസുഖം, എൻ്റെ ഫാമിലിയിലുള്ള ഇഷ്യൂ, എൻ്റെ പാരൻസിൻ്റെ ഇഷ്യൂ, എൻ്റെ മക്കളുടെ ഇഷ്യൂ, ഇതെന്നെ ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് കുറച്ച് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ 80 വർഷമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്, ഏറിയിട്ടുണ്ടെങ്കിൽ 80-90 എന്നാണ് പറയുന്നത്. 80 വയസ്സാണ് ആയുസെങ്കിൽ ഒരു വർഷത്തിൽ 365 ദിവസം, 80 × 360. അതിനെ പിന്നെയും നമ്മൾ ദിവസങ്ങളിലേക്കും മണിക്കൂറിലേക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം ആരുടെ ആയുസ്, ഇപ്പോൾ 100 വയസ്സ് വരെ ജീവിച്ച ആളുടെ ആയുസ് പോലും 1,00,000 ദിവസങ്ങൾ വരുന്നേയില്ല, 50,000 ഡേയ്സ് ഒന്നും വരുന്നേയില്ല. അപ്പോൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഈ ദിവസങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മാക്സിമം ചിരിച്ച് സന്തോഷത്തോടെ തമാശയോടെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് പഠിക്കുക. ആര് നമ്മളെ റിജക്റ്റ് ചെയ്തോ അവരെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു നോക്കിയേ. മഹേഷിൻ്റെ പ്രതികാരം കണ്ടിട്ടില്ലേ? അതിൽ കാമുകി തേച്ചിട്ട് പോകുന്ന സമയത്ത് അവളുടെ കല്യാണം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെ ഇരിക്കുന്ന ചിരിച്ച മുഖത്തിൽ അവളിങ്ങനെ നോക്കുമ്പം മഹേഷിൻ്റെ മുഖത്ത് വരുന്ന ആ ചിരിയില്ലേ, കാമുകിയോടുള്ള ആ പ്രതികാരം, ആ ചിരി നിങ്ങളുടെ കാമുകിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ റിജക്റ്റ് ചെയ്തവരോട്, റിജക്റ്റ് ചെയ്ത സാഹചര്യങ്ങളോടൊന്ന് തിരിച്ച് ചിരിച്ചു നോക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം. ഇനി റിജക്ഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്നറിയോ? അതിൻ്റെ മലയാളം പറയാം. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. അവിടെ ചെന്നിട്ട് മെനുവിലില്ലാത്ത ഒരു കാര്യം ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലെ റിജക്ഷൻ്റെ ബേസിക് കാര്യം. ഇത്രയും കാര്യം മനസ്സിൽ വെച്ചാൽ മതി. ഒരു പക്ഷേ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ദേ കാൺ അഫോർഡ് യു, യു ആർ മോർ കോസ്റ്റ്ലി ദാൻ ദാറ്റ്. അവർക്ക് നിങ്ങളെ സ്വന്തമാക്കാൻ കഴിയുന്നതിനേക്കാളും, അല്ലെങ്കിൽ ആ ഒരു ജോബ് ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, അവർക്ക് നിങ്ങളെ താങ്ങാൻ സാധിക്കില്ല. നിങ്ങൾ കുറേ വിലപിടിപ്പുള്ള ആൾക്കാരായതുകൊണ്ടാണ് അവർ റിജക്റ്റ് ചെയ്തത്. വിലപിടിപ്പുള്ള സാധനങ്ങൾ, iPhone 10 ഒക്കെ നമുക്ക് ഇഷ്ടമാണ് അല്ലേ? അതുപോലെ സ്മാർട്ട് വാച്ചുകൾ നമുക്ക് ഇഷ്ടമാണ്. 1 കോടി 2 കോടിൻ്റെ ബംഗ്ലാവ് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ അതിനെയൊക്കെ കുറ്റം പറയും. എന്തുകൊണ്ടാണ്? നമുക്കത് വാങ്ങിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മളെ ചില സിറ്റുവേഷനിൽ ആൾക്കാർ റിജക്റ്റ് ചെയ്യുമ്പോൾ എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങളുടെ ലൈഫിലുള്ള ഈ റിജക്ഷൻ ഒരു പുതിയ പാഠമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഒരിക്കൽ സ്നേഹിച്ച ആൾക്കാർ, ജീവന് തുല്യം ഇഷ്ടപ്പെട്ട ആൾക്കാർ നിങ്ങളെ റിജക്റ്റ് ചെയ്തു, ഒരു ബ്രേക്കപ്പായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് സ്നേഹിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കരുത്. അല്ലെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടി മറന്നു പോവുകയോ സ്നേഹിക്കുന്നതിനെ മടുക്കുകയോ ചെയ്യരുത്. സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം. ഈ ഒരു യാത്രയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും പറയണത് തന്നെ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലൈഫ് എന്ത് വരുന്നോ അതിനെ അതേ സെൻസിൽ സ്വീകരിക്കാം. നല്ല കാര്യങ്ങളെ സ്വീകരിക്കുക. വിഷമങ്ങളിൽ നിന്നൊരു പുതിയ പാഠം, ഒരു പുതിയ ഊർജം, പുതിയ ലെസൺ പഠിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഈ റിജക്ഷൻ സിറ്റുവേഷൻസ് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ മാറ്റുക, ഇഷ്ടമുള്ള വ്യക്തികളിലേക്ക് മാറുക. അല്ലാതെ സ്വയം ഒതുങ്ങിക്കൂടി ഇപ്പോൾ ഉള്ളതൊക്കെ നിർത്തി ഞാൻ എന്നെ തന്നെ മറന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ, അടച്ചിട്ട മുറി, മൂടിവെച്ച കഴിവുകൾ, മൂടിവെച്ച ക്യാരക്ടർ, ഇതൊന്നും നമുക്ക് വേണ്ട. തുറന്നിരിക്കുന്ന ലോകത്തേക്ക് ഒരു പുതിയ കാഴ്ചപ്പാട്, ഈ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ റിജക്ഷൻ മാറട്ടെ. റിജക്ഷനിലൂടെ കടന്നു വന്ന് അതിനെ ഓവർകം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവർക്കൊരു സമാധാനമായിട്ട് മാറാൻ നിങ്ങളുടെ കമൻറ്റിന് സാധിക്കട്ടെ. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു 1% എങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.